സർ, സസ്പെൻഷനിലായ ഒരു ജീവനക്കാരന് അവധി അപേക്ഷ നൽകാൻ കഴിയുമോ? അങ്ങനെ അവധിക്ക് അപേക്ഷിച്ചാൽ അതിന് നിയമസാധുത ഉണ്ടാകുമോ? നമ്മുടെ കേരള സർവകലാശാലയിലെ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ സസ്പെൻഷനിലാണെന്നാണ് നാം ഒക്കെ മനസ്സിലാക്കുന്നത്. അദ്ദേഹം അങ്ങനെയല്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോഴാ അദ്ദേഹം അവധിക്ക് അപേക്ഷിച്ചിരിക്കുകയാണ്. VC ആ അപേക്ഷയെ നിരസിച്ചു. ഇത് അനുവദിക്കാൻ സാധ്യമല്ല, കാരണം നിങ്ങൾ സസ്പെൻഷനിലാണ്. ഈ രജിസ്ട്രാറുടെ ഭാവി എന്തായിത്തീരും? ഈ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ, പ്രത്യേകിച്ചും സഖാക്കളുടെ വാക്ക് കേട്ട് എടുത്തു ചാടിയ രജിസ്ട്രാർ അദ്ദേഹത്തിൻ്റെ ഭാവി വെള്ളത്തിലാക്കിയിരിക്കുകയല്ലേ? അദ്ദേഹത്തിൻ്റെ ഭാവി എവിടെയെങ്കിലും ആയിക്കോട്ടെ, അത് അവിടെ ഇരിക്കട്ടെ. ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ. MBBS പാസ്സായിട്ടില്ല, അതിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ ആവണമെന്നില്ല. കോട്ടയം മെഡിക്കൽ കോളേജിലായിക്കോട്ടെ, കോട്ടയം ജോർജിയയിലായിക്കോട്ടെ, റഷ്യയിലായിക്കോട്ടെ, ചൈനയിലായിക്കോട്ടെ, യുക്രൈനിലായിട്ടോ പാസ്സായിട്ടില്ലാത്ത ഒരാൾ താൻ ഡോക്ടറാണ് എന്ന് പറഞ്ഞ് ചികിത്സ തുടങ്ങിയാൽ അയാളെ നമ്മൾ എന്താ വിളിക്കുക? അയാളൊരു തട്ടിപ്പുകാരൻ, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്നത് വ്യക്തമായ ഒരു വാക്കുണ്ട്, വ്യാജ ഡോക്ടർ. എന്താ വിളിക്കുന്നത്? വ്യാജ. സംശയമില്ലല്ലോ. അതെ, അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ ചട്ടപ്രകാരം, കീഴ്വഴക്കപ്രകാരവും KS അനിൽകുമാർ എന്ന് പറയുന്ന ഈ എയ്ഡഡ് കോളേജ് പ്രിൻസിപ്പൽ ഒരു വ്യാജ രജിസ്ട്രാറാണ് കേരള യൂണിവേഴ്സിറ്റിയിലെ. വ്യാജന്മാരെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വ്യാജ ഡോക്ടറാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നടപടിയെടുക്കും. നടപടിയല്ല, പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലിടും. അതെ, ഇയാളെ അതാണ് ചെയ്യേണ്ടത്. അവധിയുടെ കാര്യമൊക്കെ നിസ്സാര കാര്യം. പിന്നെ ആ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയണമല്ലോ, പറയാം. അവധി അപേക്ഷ അദ്ദേഹത്തിന് കൊടുക്കാമോ? കൊടുത്തോട്ടെ. അവധി അപേക്ഷയല്ല, വ്യാജന്മാർക്ക് എന്താ ചെയ്തുകൂടാത്തത്? ഇതാണ് എൻ്റെ ചോദ്യം. അവരെന്തും ചെയ്യും. അത് അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള നീതി. അത് മോഹൻ കുന്നുമേൽ എന്ന് പറയുന്ന VC അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം റഷ്യൻ പര്യടനത്തിലായിരുന്നു. അതിനിടയ്ക്കാണ് ഈ ബഹളങ്ങളെല്ലാം നടന്നത്. ചൊവ്വാഴ്ച രാത്രി മടങ്ങിയത്. തിരിച്ച് വളരെ ശരിയായ രീതിയിൽ തന്നെ ഗവൺമെൻറ്റിൻ്റെ ചട്ടമനുസരിച്ച്, CPM-ൻ്റെയോ AKG സെൻറ്ററിൻ്റെയോ ശാസനം അനുസരിച്ചല്ല, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, സർവകലാശാലയുടെ ഭരണഘടന അനുസരിച്ചല്ല, ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. അവധി എങ്ങനെയാണ് സസ്പെൻഷനിലായ ഒരു രജിസ്ട്രാർക്ക് എങ്ങനെയാണ് അവധിക്ക് അപേക്ഷ? അതിൽ നിത്യമായ അവധിയിലാണല്ലോ, പിന്നെ പ്രത്യേകിച്ച് ഒരു അവധി ചോദിക്കുക എന്തിനാണ്? അല്ല, ഇതിൻ്റെ സർവീസ് റൂൾസ് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുക. ഈ അവധിക്ക് അപേക്ഷിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ, അവധിയിന്മേലെ എന്തെങ്കിലും അവധി സാധ്യമല്ല എന്നുമല്ല, അബദ്ധത്തിൽ ഗവർണർ, അദ്ദേഹത്തിൻ്റെ പെർട്ടർബ്ഡ് മനസ്സായിരിക്കുമല്ലോ, കലുഷിതമായ മനസ്സ്. കാരണം അദ്ദേഹം ഒരു അക്കാഡമിഷ്യനാണ്, പോലീസുകാരനല്ല, SI അല്ല, DGP അല്ല, സർക്കാർ എൻ്റെ പോലീസ് ആഭ്യന്തര വകുപ്പിലെ ജീവനക്കാരനല്ല. അക്കാഡമിക് വിഷയങ്ങളിൽ മാത്രം പ്രാവീണ്യം നേടിയ ഒരാൾക്ക് ഇതിനെയൊക്കെ അഭിമുഖീകരിക്കാൻ പോകുമ്പോൾ മനസ്സിന് സ്വാസ്ഥ്യം നഷ്ടപ്പെടും. ആ ഒരവസ്ഥയിൽ ഇത് സാധ്യമല്ല എന്ന് പറഞ്ഞ് ഒരു മറുപടി കൊടുത്താൽ, ഇത് മെയിലാണ് ഈ പോകുന്ന അപേക്ഷ, കൊടുത്തു കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ രജിസ്ട്രാറായി VC അംഗീകരിച്ചു എന്ന അർത്ഥം. ഇനി ചോദിക്കട്ടെ, ഇദ്ദേഹം ഈ അവധി അപേക്ഷ ഈ പാവപ്പെട്ട VCക്ക് എന്തിനാണ് കൊടുക്കുന്നത്? സിൻഡിക്കേറ്റിനല്ലേ കൊടുക്കണ്ടേ? അദ്ദേഹത്തിൻ്റെ അപ്പോയിൻറ്റ്മെൻറ്റ് അതോറിറ്റി, റിക്രൂട്ട്മെൻറ്റ് അതോറിറ്റിയും സിൻഡിക്കേറ്റ് ആണെന്നാണല്ലോ പറയുന്നത്. അതെ, VCക്ക് എന്തിനാ അപേക്ഷ കൊടുക്കുന്നത്? നിങ്ങൾ സിൻഡിക്കേറ്റിന് കൊടുക്കും. രാജേഷ് ഉണ്ടല്ലോ, കൂടി തീരുമാനിക്കട്ടെ. അതെ, കോടതി അല്ല, നീതി ദേവതയെ ഭാരതാംബയുമായിട്ട് ഉപമിച്ച ആ മനുഷ്യനുണ്ടല്ലോ, ദേവതമാരെ എല്ലാം ഭർഷിക്കുന്ന സനാതനധർമ്മത്തിൻ്റെ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അതിനെതിരെ ചുവപ്പ് കണ്ട കാളയെപ്പോലെ പ്രതികരിക്കുന്ന ആ രാജേഷിന് കൊടുക്കട്ടെ അവധി അപേക്ഷ. അദ്ദേഹം പറയും അതിലൊരു തീരുമാനം എടുത്തിട്ട് യു ആർ അലൗഡ് ലീവ് ഫോർ സച്ച് എ പീരിയഡ്, ആരോഗ്യം ഓൺ ഹെൽത്ത് ഗ്രൗണ്ട്സ്. വകുപ്പും ചട്ടവും ഇല്ലല്ലോ സാർ. ഹെൽത്ത് ഗ്രൗണ്ട്സ്, ഈ വകുപ്പും ചട്ടവും ഒക്കെ CPM-കാരും രാജേഷും ഒക്കെ കൂടെ MV ഗോവിന്ദനും ഒക്കെ കൂടെ ചേർന്ന് ഉണ്ടാക്കുന്ന വകുപ്പുകളല്ല. എന്ത് വകുപ്പാ അത്? ഇത് AKG സെന്ററിന് അടുത്ത് തന്നെ, തൊട്ടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന സ്ഥാപനമാണല്ലോ യൂണിവേഴ്സിറ്റി. സാർ, തിരിച്ചാണ് പറയേണ്ടത്. സർവകലാശാലയുടെ ഭൂമിയിലാണ് AKG സെന്റർ സ്ഥിതി ചെയ്യുന്നത്. കയ്യേറിയ ഭൂമിയാണെന്നുള്ള ആക്ഷേപവും ഉണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് ഭരണം നടത്തിയത്. ഇങ്ങോട്ട് വന്നിട്ട് കയറി വന്ന് കച്ചവടം നടത്തിയിട്ട് പതുക്കെ ഇന്ത്യ അവർ കൈയടക്കിയതുപോലെ കൊളോണിയൽ ഭരണത്തിൻ്റെ കാലത്ത്, ഈ കൊളോണിയലിസത്തെയാണ് ഇവർ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര തലത്തിൽ എതിർക്കുന്നത്. ആ കൊളോണിയൽ ഭരണത്തിൻ്റെ ഭാഗം പോലെ യൂണിവേഴ്സിറ്റിയെ അവരങ്ങ് പിടിച്ചടക്കി അവരുടെ സ്വത്താക്കി വെച്ചിരിക്കുക. ഇപ്പോൾ AKG സെൻറ്റർ പറയുന്ന പോലെ യൂണിവേഴ്സിറ്റി പ്രവർത്തിച്ചോളണമെന്നാണ് അവരുടെ നിയമം. ഈ അക്കാഡമിഷ്യൻസ് എന്നൊക്കെ പറയുന്നത് ശിവൻകുട്ടി, ബിന്ദു,
ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ഇതിൻ്റെ അക്കാഡമിഷ്യന്മാർ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അപ്പോൾ അവരാണ് ഇതിരുന്ന് തീരുമാനിക്കുന്നത്. അത് അവർക്ക് അവരുടെ നീതിപീഠം ഓക്കെ അങ്ങനെ അവർ നടത്തുന്നു. പക്ഷേ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന അവർ ഇടയ്ക്കിടയ്ക്ക് ഉയർത്തിപ്പിടിക്കുന്ന ആ സാധനപ്രകാരം കുന്തംകുടച്ചക്രം എന്നാണ് അവരുടെ മന്ത്രി വിശേഷിപ്പിച്ചത്. അതെ. പക്ഷേ ആ ഒരു രേഖ പ്രകാരം ഇവിടെ BC ശരിയായ മറുപടി സസ്പെൻഷനിലായ ആളാണ്. ഞാൻ സസ്പെൻഡ് ചെയ്ത ആളാണ്. അയാൾ അവധിക്ക് അപേക്ഷിക്കേണ്ട കാര്യമില്ല. ഹീസ് ആൾറെഡി ഓൺ ലീവ് സസ്പീഷ്യസ് ഗ്രൗണ്ട് പുറത്താണ്. അയാൾ അവധിക്ക് അപേക്ഷിച്ചിട്ട് ആ സസ്പെൻഷനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. ഇയാൾ തന്നെ അല്ലേ പറഞ്ഞത് സിൻഡിക്കേറ്റ് തൻ്റെ സസ്പെൻഷൻ ഇല്ലാതാക്കി താൻ രജിസ്ട്രാറാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഫ്രോഡാണത്. ഫ്രോഡ് പ്രവേശന ബലം കൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. VC വടിയെടുക്കും. അല്ല ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. SFIക്കാര് സർവകലാശാല കവാടങ്ങൾ താഴ്ത്തുന്നതിനുള്ള കേസ് പരാതി പോയിട്ടുണ്ട്, പോലീസിൽ പോയിട്ടുണ്ട്. ഭരണനഷ്ടങ്ങൾ വരുത്തി. അതെ, അതിന്റെ കണക്കൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. ഭരണഘടനാ പ്രകാരം അതിനെതിരെ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് വരെയുണ്ട്. അതിൽ അവർക്കെതിരെ നടപടിയെടുത്തേ പറ്റൂ. അതെ അതെ. SFIയെ നിരോധിക്കാൻ വേണമെങ്കിൽ ഈ ക്യാമ്പസുകളിൽ നിന്ന് ഗവർണർക്ക്, ചാൻസലർ കൂടിയായ ഗവർണർക്ക് SFIയുടെ പ്രവർത്തനങ്ങളെ നിരോധിക്കാം. അതിനുള്ള വകുപ്പ് അവർ തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതെ, ചാൻസലർ രാഷ്ട്രീയമായിട്ട് ഇവർ നടക്കുന്ന നിലപാട് പോലും എടുത്താൽ SFIയെ നിരോധിക്കാം. അതെ, SFIയെ നിരോധിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ രാഷ്ട്രീയമായിട്ട് അദ്ദേഹം അത് ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഭരണഘടനാപരമായിട്ടുള്ള നടപടികളെ അദ്ദേഹം എടുക്കൂ. ഇവരെ പോലല്ല, അവിവേകം പ്രവർത്തിക്കത്തില്ല, കാണിക്കില്ല. അതാണ് ശരി. അതാണ് ആ രീതിയിൽ. സത്യത്തിൽ ഇവർ നിരോധനത്തിന് അർഹരാണ്. ഈ അക്രമമൊക്കെ കാണിക്കുന്ന, ഈ കൊള്ളരുതായ്മ എല്ലാം ചെയ്യുന്ന സാറേ, നമ്മുടെ സർവകലാശാലകളിലൊക്കെ ആയിരക്കണക്കിന് സീറ്റുകൾ വേക്കൻ്റ് ആണ്. കുട്ടികളില്ല പഠിക്കാൻ. എല്ലാവരും അന്യ സംസ്ഥാനങ്ങളും വിദേശത്തും ഒക്കെ പഠിക്കാൻ പോവുകയാണ്. നമ്മുടെ പിന്നെ ഈ സർവകലാശാലകളൊക്കെ എന്തിനാണ് നമ്മൾ നടത്തുന്നതെന്നുള്ള ചോദ്യം ഉയരുക. അതൊരു സംവാദാത്മകമായിട്ട് അതൊരു വലിയ വിഷയമാണ്. പ്രതികരിക്കുകയാണെങ്കിൽ പ്രശാന്ത് പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുന്നു. കാരണം എന്ത് പറഞ്ഞാൽ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഘടനയെ നിരോധിച്ചു കഴിഞ്ഞാൽ അതൊരു ബൂമറാങ്ങാവും. അവർ ഇരവാദം നടക്കാൻ നോക്കിയിരിക്കുക. അതെ, ആ ഇരവാദം നടത്തിക്കൊണ്ട്, പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ട് അവരെന്ത് ചെയ്യും? ജനജീവിതം ദുസ്സഹമാക്കുക മാത്രമല്ല, അവർ കൂടുതൽ കരുത്താർജിച്ച്, അത് അങ്ങനെ ആയി കഴിയുമ്പോൾ അവർ ശക്തി ആർജിച്ച് ഇരവാദം ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരും എല്ലാം അവരോടൊപ്പം നിന്നു കഴിഞ്ഞാൽ അത് പ്രശ്നം ഗവർണർ ഏകപക്ഷീയമായിട്ട് ഫാഷിസ്റ്റ് ആണെന്നൊരു നറേറ്റീവ് നടത്തും. അങ്ങനെ ഈ സംഘടനയുടെ നിരോധനം പിൻവലിക്കാനുള്ള സമ്മർദ്ദം ശക്തമാവുകയും വേറൊരു രൂപത്തിലും പേരിലും ഈ സംഘടന തിരിച്ചു വരികയും ചെയ്യും. അത് ബുദ്ധിയില്ലാത്ത ഒരു തീരുമാനമാണ്. ബുദ്ധിപരമായ തീരുമാനം അങ്ങനെ എടുക്കാവുന്നേ ഉള്ളൂ. ശരിയാണ്. അതേപോലെ തീരുമാനം സ്വയം നശിക്കാൻ അനുവദിക്കുക. ഇങ്ങനെയുള്ള പ്രക്ഷോഭങ്ങൾ നടത്തി അവരുടെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ പൊതു താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നുവെന്ന് വലിയ വാചകം അടിക്കുമ്പോഴും കിം പരീക്ഷ കിം ഫലം എന്നുള്ള രീതിയിലായി കഴിഞ്ഞില്ലേ? അക്കാര്യത്തിൽ ഒരൊറ്റ SFI നേതാവ് ഇതുവരെ മിണ്ടാൻ പറ്റില്ല. മര്യാദയ്ക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാവി പ്രശ്നത്തിലും അവരിടപെടാറില്ല. ബഹളമുണ്ടാക്കി തെമ്മാടിത്തം ക്യാമ്പസിൽ കാണിക്കുന്ന കുട്ടികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ മാത്രമേ അന്നു തൊട്ട് ഇന്നു വരെ ശിവൻകുട്ടി ഇതിൻ്റെ നേതാവായിരുന്ന കാലം മുതൽ ഇന്നു വരെ അവർ ശ്രമിച്ചിട്ടുള്ളൂ. പഠിക്കുന്ന വിദ്യാർത്ഥികളെ നിരുത്സാഹപ്പെടുത്താനും പഠിത്തം മുടക്കാൻ, പഠിപ്പു മുടക്കു സമരങ്ങൾ നടത്താനും അവരെ ഒന്നിനും കൊള്ളാത്തവരാക്കി മാറ്റാനുമാണ് ഇവർ ശ്രമിച്ചിട്ടുള്ളത് എക്കാലത്തും എന്നുള്ളതാണ്. അത് അങ്ങനെയാണ് ഇപ്പോൾ ഗവർണറുടെ അധികാരങ്ങളെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും ഇതിനകത്ത് എഴുതി ചേർത്തിരിക്കുന്നത്. നാടൻപാടും വിദ്യാഭ്യാസം, പുതിയ ടെക്നോളജികൾ, പുതിയ ക്രമീകരണങ്ങൾ, AI അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഗവർണറുടെ അവകാശങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പുതുതായിട്ട് എഴുതി ചേർക്കുകയാണ് സ്വന്തമായിട്ട്. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും എന്ന് പറഞ്ഞാൽ അസ്വാഭാവികമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം, ഗവർണറോടുള്ള വാശിക്ക് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് നമ്മൾ ഇനി കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ രജിസ്ട്രാറിലേക്ക് തിരിച്ചു വരാം. ഈ എന്തായാലും ഇപ്പോൾ രജിസ്ട്രാർ പുറത്താണ്. ആ പുറത്താകൽ എന്നേക്കുമായ പുറത്താകലായി മാറുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ കേരള സമൂഹം ഉയർത്തുന്നത്. സംശയം എന്താ അതിന്? അദ്ദേഹം എന്നേക്കുമായിട്ട് സസ്പെൻഷൻ എന്ന് പറയുന്നത് തുടക്കം മാത്രമാണ്. എന്നേക്കുമായിട്ട് സസ്പെൻഡ് ചെയ്യപ്പെടേണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. VCയെ മറികടന്ന് അതൊരു ഡിസ്മിസിലേക്ക് പോകാൻ AKG സെന്ററിന്റെ ഒരു ടൂൾ മാത്രമായിട്ട് അതപ്പതിച്ച ഒരു നിയമപരമായിട്ട് അദ്ദേഹത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. AKG സെന്റർ തീരുമാനിക്കുന്ന പ്രകാരമാണെങ്കിൽ അദ്ദേഹത്തിന് ഇരിക്കാം. അദ്ദേഹം AKG സെന്ററിന്റെ രജിസ്ട്രാറായിട്ട് പോയിരിക്കട്ടെ.
അല്ലെങ്കിൽ റിസീവറായിട്ട് പോയിരിക്കട്ടെ. അങ്ങനെയല്ലാതെ ഇവിടെ ഈ ക്യാമ്പസിനകത്ത് അദ്ദേഹം കാലുകുത്താൻ ഈ ഗവർണർ ഇരിക്കുന്ന കാലത്ത് സമ്മതിക്കും. അദ്ദേഹം ഈ അവധി അപേക്ഷയോടൊപ്പം പറഞ്ഞിരിക്കുന്നത് ഇന്ന ആൾക്കാരെ എൻ്റെ ചുമതല, രജിസ്ട്രാറുടെ ചുമതല വേണമെങ്കിൽ ഇന്ന ആൾക്കാർക്ക് കൊടുക്കാം എന്നൊക്കെയാണ് ഉപദേശിച്ചിരിക്കുന്നത്. അത് AKG സെന്ററിൽ നിന്ന് പറഞ്ഞു കാണും, ഇതുകൂടെ നമ്മുടെ ആൾക്കാർ ഇതൊക്കെയാണ്, അവർക്ക് ചുമതല കൊടുക്കണം. അവിടെ കോൺഗ്രസ്സുകാരുണ്ട്, BJP-ക്കാരുണ്ട്, അവർക്കൊന്നും കൊടുക്കരുത്. നമ്മുടെ കുറേ സഖാക്കളുണ്ട് അവിടെ, അവർക്ക് തന്നെ ചുമതല പോകണം. അതൊക്കെ വളരെ എന്താ പറയുക, സ്ക്രിപ്റ്റഡ് അല്ലേ? അതാണ് ആ പേരും കൂടെ പറഞ്ഞിരിക്കുന്നത്. ഇയാളെ AKG സെന്റർ പറയുന്നതിനപ്പുറം ഇയാളൊന്നും ഇല്ല എന്നുള്ളതാണ് സംഭവം. അതാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇനി AKG സെന്ററിൽ ഇരുന്ന് ജോലി ചെയ്യേണ്ടി വരും. അവിടെ ഇരുന്ന് ചെയ്യാൻ ഒരു ക്യാമ്പസിലല്ലേ രണ്ടും. അതെ, എന്താ പ്രശ്നം? അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.